പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും മധുരയിൽ തന്നെയാണുള്ളത്. മധുര നഗരത്തിൻ്റെ ഒരു ഔട്ടർ സൈഡിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, വിളാച്ചേരി എന്ന് പറയും. മധുരയിലെ പ്രശസ്തമായ തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിൻ്റെ ഒരു സമീപ പ്രദേശമാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രം കാണാൻ കണ്ടില്ല. വലിയ പാറ കണ്ടോ, അതിൻ്റെ മുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത്. ഇവിടെ ആയിട്ടൊരു തടാകമൊക്കെ കാണാം. ഇപ്പം നമ്മൾ വിളാച്ചേരി ഗ്രാമത്തിനുള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വിളാച്ചേരി എന്ന് പറയുന്നത് മധുരയിലെ വെസ്റ്റ് താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ്, വിളാച്ചേരി പഞ്ചായത്താണ്. അപ്പോൾ രാവിലെ തന്നെ അതെ വിളാച്ചേരിയുടെ പാടശേഖരങ്ങളിലൂടെ അതെ അങ്ങ് ദൂരെ ആ പച്ചപ്പ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിളാച്ചേരി ഗ്രാമത്തിൻ്റെ ഒരു ഔട്ടർ സൈഡിലാണ് കേട്ടോ. ഇത് നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടല്ലോ, വലിയ കൃഷിയിടങ്ങൾ, പാടശേഖരങ്ങൾ. ഇവിടെ കൊയ്ത്ത കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങളാണ്. എന്നാൽ അവിടെ ഏകദേശം പാകമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാം. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം കൊയ്യാറായിട്ട് പാകമായേക്കുന്ന നെൽക്കതിരുകൾ കാണാം. ഇവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടശേഖരങ്ങളാണ് കൂടുതലും. കണ്ടോ, തെങ്ങുകൾ ഇങ്ങനെ അതിർത്തി പങ്കിടുന്നുണ്ട്. അണ്ണാ ഉങ്ങളുടെ പേര്? പിച്ചേ. ആ അതാ പേര്, പിച്ചേ. ആ അങ്ങനെ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം അണ്ണൻ രാവിലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ പാടത്തിൻ്റെ അകത്തു നിന്നുള്ള പുല്ലൊക്കെ ചെത്തിയെടുത്ത് ഇത് മാട്ടിന് കൊടുക്കാനാ, അത് ആടുക്കുക, മാട്ടിൽ കൊടുക്കാനല്ലേ? ആ അപ്പോൾ ഈ വരമ്പത്തോടെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ആ കാണുന്ന ചെറിയൊരു വീടിൻ്റെ മുറ്റത്തേക്കാണ് എത്തുന്നത് നമ്മൾ. ഇവിടെ നോക്കിയേ, ഈ മീൻ പിടിക്കുന്ന വല കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ തോട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ വരമ്പത്ത് കുറേ തേക്ക് മരങ്ങളൊക്കെ ഉണ്ടേ. നല്ല തണുപ്പ്, ഈ കൊടും ചൂടിൽ പാടശേഖരങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഐശ്വര്യമൊന്നും വിളാച്ചേരി ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പോയ സാമനാർ ഹില്ലാണ് അങ്ങ് ദൂരെ കാണുന്നത്. ആ വലിയ പാറ ഉണ്ട്, ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടല്ലേ? അതുപോലെ ഇവിടെ പാടശേഖരങ്ങളിൽ ഓരോ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരെയും കാണാം, ആടിനെയൊക്കെ തീറ്റാനായിട്ടും. നല്ല കാറ്റ് വീശും, നല്ല തണുത്ത കാറ്റ്. ചെറിയൊരു വീടാണ് അവിടെ ഉള്ളത്. ആ വീടിനോട് ചേർന്ന് ചെറിയൊരു പറമ്പൊക്കെ ഉണ്ട്. അവിടെ ഒരു ടില്ലറൊക്കെ കാണാം നമുക്ക്. പിന്നെ എന്താ, സപ്പോട്ട മരമാണോ? സപ്പോട്ട മരമുണ്ട്, പേരയുണ്ട്, അതുപോലെ ചെറുനാരകമുണ്ട്. പക്ഷെ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. ഇവർ രാവിലെ തന്നെ ഓരോ ജോലികൾക്ക് വേണ്ടിയിട്ട് ഈ പാടശേഖരങ്ങളിലൊക്കെ ആയിരിക്കും. ഇവർ അതിരാവിലെ തന്നെ, ഈ തമിഴ്നാട്ടിൽ വന്നാലും കാണാം, അതിരാവിലെ തന്നെ ഇവർ ഓരോ ജോലികൾക്കൊക്കെ ആയിട്ട് പോകും കേട്ടോ. ആരെ അങ്ങനെ പകൽ സമയത്ത് അധികം വീടുകളിലൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. സപ്പോർട്ടൊക്കെ കിളികൾ കൊത്തി താഴെ ഇട്ടേക്കുന്നത് കണ്ടില്ലേ? ഈ മരത്തിലുള്ളതൊന്നും പഴുത്ത് പരുവമായിട്ടുള്ളതല്ല. തെങ്ങിന്ന് കണ്ടില്ലേ, ഓല, പച്ച ഓല വെട്ടിയിട്ടേക്കുന്നത്. ഇതിന് മെടഞ്ഞ് ഇവരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ ഇട്ടേക്കുന്നതായിരിക്കാം. പാടം ഉഴുത് മറിച്ച് കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു ടില്ലർ കാണാം. ഈ വീടിനോട് സമീപമായിട്ട് ഇവിടെ നമുക്ക് ഒരു തടാകം കാണാം കേട്ടോ. അത് കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ, മൊത്തം മലിനജലമാണേ. ഇതിവിടെ ഒരു ചെടി നിൽക്കുന്ന നോക്കി, ഇത് പണ്ട് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ, തണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കറയുണ്ട്, ഈ റബ്ബർ പാല് പോലെ. അതുണ്ടോ, അത് കയ്യിലിങ്ങനെ ഒട്ടും. ഇതാണ് വീടാണോ അത് ഇനി? വീടാന്ന് തോന്നുന്നത് കണ്ടിട്ട്. ആരുമില്ല കേട്ടോ. ആ വീടിൻ്റെ മുറ്റത്തെ വലിയൊരു കുളമുണ്ട്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ആ വെള്ളം എത്തിക്കുന്നത്, പമ്പ് ചെയ്ത് പാടശേഖരങ്ങളിലേക്ക്. ഇവിടുന്ന് നോക്കിയാൽ ചെറിയൊരു കെട്ടിടം നമുക്ക് ആ ഒരു പാടശേഖരത്തിൻ്റെ ഉള്ളിലായിട്ട് കാണാം. അത് മിക്കവാറും ഈ മോട്ടോർ പുരയാകാനാണ് സാധ്യത. അപ്പോൾ ഞാനവിടെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അണ്ണൻ പുല്ലെല്ലാം ചാക്കിൽ കെട്ടി സൈക്കിളിൽ കയറ്റി വെച്ചേക്കുവാണ് കേട്ടോ. മുടിച്ചാച്ചാ, നിങ്ങൾക്ക് എപ്പടി വെളിയിൽ പോവും? വഴി ഇരിക്കാ? അങ്ങനെ വഴിയൊന്നുമില്ല കേട്ടോ, തള്ളിക്കൊണ്ട് പോകണം. ഉങ്ങളുടെ വീട്ടിൽ ആർക്കി ഇருக்கு? 4 பேர். 4 மக்கள். அவங்களுக்கு 2 குழந்தை, பெண்கள்லாம் கட்டி கொடுத்து குழந்தைகள் இருக்குது. எனக்கு இப்போ വയസ്സ് 76. 76 കണ്ടോ, 76 വയസ്സിലും അധ്വാനിച്ച് ജീവിക്കുന്ന കണ്ടില്ലേ. നിങ്ങൾക്ക് വേല ഇതാ? இந்த வயக்காடு போய் அது என்ன வேலை உங்களுக்கு? வயக்காடு இந்த மாதிரி நெல் நடுறதா. அது தோட்டம் இருக்கனால தண்ணி இருக்கனால நடுறாங்க. இது புரட்டாசி மாதம் இல்லை அப்பிய மாதம் தண்ணி வரும். தண்ணி வருவா? எங்கேருந்து வரும் தண்ணி?
വൈഗ അണക്കെട്ട്. ആ ആ ആ ആ ഓക്കെ. ആ തേനി ജില്ലയിലെ വൈഗ ഡാമിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത് കേട്ടോ ഈ ഗ്രാമങ്ങളിലേക്ക്. ആണ്ടിപ്പെട്ടി പക്കം. ആ ആ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എത്തിക്കുന്നത്. ഇപ്പൊ വെള്ളം വരില്ല ഇപ്പൊ? വരാതെ இப்போ வந்து சூளையா ആ சூளை ஆகஸ்ட் செப்டம்பர் ആ அப்போ வரும். സെപ്റ്റംബറിൽ വരും അല്ലേ? ആ தண்ணி வரும். வந்து நாங்கள் நடுவோம். ആ ആ ആ தை மாதம் அறுப்போம். ആ തൈ മാസത്തിൽ വിളവെടുക്കും. ആ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വന്നു കഴിഞ്ഞാലേ ഇവർ ഈ ഓരോ മാസങ്ങൾ പറയുന്നത് നമ്മുടെ മലയാള മാസങ്ങൾ നമ്മൾ പറയില്ല, ചിങ്ങം കന്നി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തമിഴിൽ കുറേ മാസങ്ങളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെ ആടി മാസം, തൈ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമിഴിലുള്ള മാസങ്ങളാണ്. അതായത് ഈ മുതിർന്ന ആളുകൾ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വരുമ്പോൾ അവർ പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ കൃഷികൾക്ക് വേണ്ടിയിട്ട് വെള്ളം എത്തുന്നത് തേനി ജില്ലയിലെ വൈഗ അണക്കെട്ടിൽ നിന്നാണെന്ന് അണ്ണൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടി ഇവിടെ പുതിയ കൃഷി ഇറങ്ങും. ഇപ്പോൾ ഈ വെള്ളം ഡാമിൽ നിന്ന് വരാത്ത പക്ഷമാണ് ഇവിടെയുള്ള കിണറുകൾ അതുപോലെയുള്ള കുളങ്ങളെ കുത്തി അവിടെ നിന്ന് വെള്ളം എടുക്കുന്നത്. വെള്ളം അത്യാവശ്യമാണല്ലോ. നല്ല വെള്ളം ഉണ്ടെങ്കിലല്ലേ നെൽകൃഷി നല്ലപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഉൾഗ്രാമങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളൊരു കാര്യമാണ് ഈ നായ്ക്കളുടെ ശല്യം. ഒരു രക്ഷയില്ല, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 2 പട്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് പോയപ്പോൾ അണ്ണൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. കുഴപ്പമില്ല, എന്നെ കണ്ട് പരിചയമായതുകൊണ്ടായിരിക്കും അവരിപ്പോൾ അനങ്ങാതെ കിടക്കുവാണ്. അങ്ങ് പോയപ്പം നല്ല കുരയൊക്കെയായിരുന്നു. ഇവിടെ എണ്ണം പല്ല് തേക്കുന്നത് കണ്ടില്ലേ, ബ്രഷ് അല്ല കേട്ടോ, ഒരു ഇത് കണ്ടില്ലേ, അതായത് ആര്യവേപ്പിൻ്റെ കണ്ടോ, ആര്യവേപ്പ് മരമാണ് അവിടുന്ന് ഒടിച്ചെടുത്തൊരു കമ്പാണ്. നാച്ചുറൽ ടൂത്ത് ബ്രഷ്. പല്ല് വെളുക്കുവാ? ആ ആ പേസ്റ്റ് വേണ്ട. ആ അങ്ങനെ നമ്മൾ വിളാച്ചേരി ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളാ പുറമേ കണ്ട ആ ഒരു ഐശ്വര്യമൊന്നും ഈ ഗ്രാമത്തിൽ വന്നാലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. മെയിനായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടും വൃത്തിയില്ലായ്മയാണ് ഇവിടെ മൊത്തം. എങ്ങ് നോക്കിയാലും ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടേക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ആയിക്കോട്ടെ ഒരു പൊലിമ തോന്നുന്നില്ല. എല്ലാം ഇങ്ങനെ ഒരു പഴമാന്നൊന്നും പറയുന്നില്ല കേട്ടോ, ഇങ്ങനെ ഒരു സൂക്ഷിക്കാത്ത രീതിയിൽ മൊത്തം പൊടിപടലങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി. ഇവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഗ്രാമത്തിൽ. ഇവിടെ പൂരി ലൈവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണേ. പൂരി മട്ടും വേറെ എന്നാ ഇருக்கு? பூரி பொங்கல் இட்லி மொச்சை வடை. இட்லி இருக்கா? ஆமா, இட்லி மொச்சை வடை. மத்தியான மீன் குழம்பு. எல்லாம் இருக்கா? குழம்பு, அவிச்ச முட்டை, கூட்டு, பொரியல். എല്ലാ ഐറ്റംസും ഉണ്ടേ. അപ്പം ഇഡ്ഡലി എടുത്തോ. ഇഡ്ഡലി വട ചട്നി. രാവിലെ തന്നെ ആവിയിൽ വേവിച്ച് ഭക്ഷണം കഴിക്കാം, അതാകുമ്പം സേഫാണ്. ശരി എടുക്കാം. 3 ഇഡ്ഡലി ഉണ്ട്, 2 തരത്തിലുള്ള ചട്നി ഉണ്ട്, പിന്നെ ചെറിയൊരു ഉഴുന്നുവടയും വാങ്ങിച്ചിട്ടുണ്ട്. സാമ്പാർ വേണ്ട. ഈ ഒരു കട മാത്രമേ ഉള്ളൂ? വേറെ ഇല്ല, ഹോട്ടലില്ല? ഈ ഒരേ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അക്ക ഓണർ ആരാ അക്ക? എത്ര വർഷം ആച്ച്? നമ്മുടെ ചിന്ന നാളില്. അതെല്ലേ. എന്തായാലും അക്കയുടെ ഇഡ്ഡലി നല്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ നിന്ന് ഇഡ്ഡലിയും ദോശയും വാങ്ങുമ്പോൾ നല്ല പുളിപ്പായിരിക്കും. അത്രയും പുളിയൊന്നുമില്ല, കുഴപ്പമില്ല. ചട്നിയാണെന്നുണ്ടെങ്കിലും തേങ്ങയും കടലയൊക്കെ വെച്ച് അരച്ച ചട്നിയാണ്. പിന്നെ ഒരു തക്കാളി ചട്നിയും. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ ബാഗൊക്കെ തൂക്കി കയ്യിൽ ലഞ്ച് ബാഗൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ കാണുന്ന കെട്ടിടം കണ്ടില്ലേ, ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ. കുറച്ച് നേരത്തെ പരിചയത്തിൻ്റെ പുറത്തായിരിക്കാം ആ അക്ക എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് തയ്യാറാകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ 3 ഇഡ്ഡലിയും ഒരു വടയും കൂടെ ചേർത്ത് 40 രൂപയാണ് ആയത്. ഞാൻ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് പൈസ വാങ്ങിയത് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്കിവിടെ ഒരു കെട്ടിടം കാണാവേ, ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായി നിൽക്കുന്ന കെട്ടിടം. ഇത് കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് കണ്ടില്ലേ. ഇതൊക്കെ ഓരോ മുറികളൊക്കെ ആയിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തായിട്ടൊരു മുറിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ബാർബർ ഷോപ്പ്, പഴയ കാലത്തെ രീതിയിലുള്ള ഒരു ബാർബർ ഷോപ്പുണ്ട്. നിങ്ങളുടെ പേര്? അരുൾചാമി. അപ്പോൾ അണ്ണൻ്റെ ആണ് ഈ ഷോപ്പ്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന രീതിയിലുള്ള ചെറിയൊരു കടയാണ് കേട്ടോ. ഹെയർ കട്ടിങ് എവ്വളോ? 200 രൂപ. ഹെയർ കട്ടിങ് മട്ടും 200 രൂപ. കട്ടിങ് ഷേവിങ് എല്ലാം ചേർത്ത് 200. കട്ടിങ് മട്ടും 100 രൂപ. ഇവിടെ ഒരു കാളക്കൂറ്റം നിൽക്കുന്നുണ്ടോ, ഈ ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഇതിലുള്ള. അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കുത്തി മലത്തിയിടും, അപകടകാരിയാണ്.
ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ വേസ്റ്റുകളൊക്കെ ഇവർ ഈ ഗ്രാമത്തിലെ കംപ്ലീറ്റ് വേസ്റ്റുകളെല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ കനാലിൻ്റെ അകത്ത്. ഈ വേസ്റ്റുകളൊക്കെ ഇവർക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ ഇവിടെ ഈ പഞ്ചായത്ത് വേസ്റ്റ് ബിന്നുകളൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും അങ്ങനെ ഇടുന്നൊന്നുമില്ല. പക്ഷേ ഇവർ വൃത്തിയാക്കുന്നുണ്ട്, പഞ്ചായത്തിലെ ജോലിക്കാർ ഇവിടെ ഈ വേസ്റ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. നമ്മളിവിടെ ഈ കാണുന്നതൊക്കെ വീടുകളും അതിനോട് ചേർന്ന് ധാരാളം കടകളും ഒക്കെയാണ്. അക്ക നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, അവർ ഒരേ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നോക്കിയിട്ടോ വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് ഉണ്ടോ, പക്ഷേ ഇല്ല, ഒരൊറ്റ കട മാത്രം. ആ ഒരു കടേനെ മാത്രമാണ് ഇവർ ആശ്രയിക്കുന്നത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. കണ്ടില്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീടുകൾ, അതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാലായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ കടകളും ഒക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. കണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ നോക്കി, ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിൻ്റെ പ്ലാസ്റ്ററിങ് എല്ലാം പോയിട്ട് കട്ട തെളിഞ്ഞ് നിൽക്കുന്നതാണോ അത് അങ്ങനെ തന്നെ പണിതാണോ എന്ന് സംശയമുണ്ട്. അതങ്ങനെ തന്നെ നിർത്തി പണിതായിരിക്കും കേട്ടോ. ആ കട്ട വെളിയിൽ കാണുന്ന രീതിയിൽ തന്നെ പണിതൊരു ബിൽഡിങ്ങാണ് കാണുന്നത്. ഇതൊരു വീടാണ്, വീടും അത് താഴെ എന്തോ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലത്തെ നിലയിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു ആൽവൃക്ഷവും അതിൻ്റെ മുന്നിലായിട്ടൊരു ഗണപതി കോവിലൊക്കെ ഉണ്ട്, ചെറിയൊരു കോവിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് കാണാം കേട്ടോ. അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസല്ല, പോസ്റ്റ് ഓഫീസ് ഇത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതൊരു കടയാണ്, കടയുടെ മുന്നിലായിട്ട് ഇത് തപാൽപ്പെട്ടി കൊണ്ടുവച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ ഒരു ജംഗ്ഷനാണ്. നമുക്ക് അതുവഴി പോയാലും ഇതുവഴി പോയാലും മധുര ടൗണിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ജംഗ്ഷനിൽ നമുക്ക് കാണാം, ഇവിടെയൊക്കെ ഒരുപാട് പേരെ കാണാം, ഈ ഗ്രാമത്തിൽ ഉള്ളവരാണ്. അവർ അവരുടെ സമയം ചിലവഴിക്കാനും വർത്തമാനമൊക്കെ പറയാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ആര്യവേപ്പിൻ്റെ മരമുണ്ട്, അതിൻ്റെ ചുവട്ടിലൊരു തറയൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ കുറേ പേര് ഇരിക്കുന്നത് കാണാം, വർത്തമാനമൊക്കെ പറഞ്ഞത്. ഇവിടെ ഒരു ശിവൻ കോവിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കിണർ കാണാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, കുളിമുറിയാണ്, അതായത് പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുളിമുറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ആ കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇതിൻ്റെ നടുക്കായിട്ടൊരു ടാങ്കൊക്കെ കാണാം, അതിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വന്നാൽ പബ്ലിക് ടോയ്ലറ്റുകളും പുറമെ, അതായത് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടുള്ള ടോയ്ലറ്റുകളും ഇതുപോലെയുള്ള കുളിമുറികളൊക്കെ നമുക്ക്, കുളിമുറി എന്ന് പറയുന്നില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒത്തിരി കെട്ടിടങ്ങളൊക്കെയാണ് ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, കണ്ടില്ലേ, അതും പഴയ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു മോസ്കൊക്കെ ഉണ്ട്, അതിൻ്റെ മിനാരം കണ്ടോ, ഉയർന്നു നിൽക്കുന്ന വലിയ മിനാരങ്ങളോട് കൂടിയ ഒരു മോസ്കാണ്. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. കിണറിൽ വെള്ളമൊന്നുമില്ല, മൊത്തം വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പ് എന്ന് പറയാം. അതുപോലെ ഇതാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ CCTV ക്യാമറകളൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടേ. പിന്നെ ഇതിൽ നടന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ധാരാളം വീടുകളും കടകളും ഒക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ കണ്ട ഒരു മോസ്കിൻ്റെ ഒരു കവാടമൊക്കെ കാണാം. ഇവിടെ പലചരക്ക് കടകൾ, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന കടകൾ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. കണ്ടില്ല, ഒത്തിരി വീടുകളുടെ വലിയൊരു നിരയാണ് ഈ കാണുന്നത് നമ്മൾ. അപ്പോൾ ഇതാണ് മോസ്ക്. അതിൻ്റെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. ഇങ്ങനെ നടന്നാൽ ഈ വീടുകളുടെ വലിയ നിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ പഴയ വീടുകൾ, കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലേ, എത്ര വർഷത്തെ പാരമ്പര്യവും പഴക്കമൊക്കെ ഉണ്ടാവും അല്ലേ. ഒത്തിരി കെട്ടിടങ്ങൾ തമിഴ്നാട്ടിൽ വന്നാൽ ഇങ്ങനെ പഴമ നിറഞ്ഞ കെട്ടിടങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. ഓരോരോ സ്ട്രീറ്റുകളായിട്ട് ഇങ്ങനെ പല ഭാഗത്തേക്കും നീണ്ടു പോകുന്നുണ്ട്. ഈ മോസ്കിനോട് ചേർന്ന് കാണുന്ന ഈ വീടുകളെല്ലാം തന്നെ ഈ ഗ്രാമത്തിലെ മുസ്ലിം കുടുംബങ്ങൾ അവർ താമസിക്കുന്നതാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോവിൽ കാണാനാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെയൊക്കെ നോക്കി, ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടില്ലേ. ഇതിങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഔട്ടർ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളൊരു കോവിൽ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവൻ കോവിൽ, ആ കോവിലിൻ്റെ ഗോപുരമാണ് ആ കാണുന്നത്. ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അണ്ണാ, ഇത് തണ്ണി വരുവാങ്കിൽ ഇങ്ങനെയുള്ള ഒരു തടാകം പോലെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിന് ഏകദേശം 300 ആണ്ട് പഴക്കമുണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഉത്സവം ശിവരാത്രി സമയത്താണ് നടത്തുന്നത് കേട്ടോ. നമ്മൾ ആ ജംഗ്ഷനിലൊരു ശിവൻ കോവിൽ കണ്ടില്ലായിരുന്നു, അവിടുന്ന് ഒരു പെട്ടി കൊണ്ടുവരും ഇവിടേക്ക്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയുന്നത്. ആ പെട്ടിക്ക് ഉള്ളിലായിട്ട് പൂജാ സാധനങ്ങളും ആഭരണങ്ങളൊക്കെ നിറച്ചേക്കുന്നതാണ്. അത്
വലിയ ആഘോഷത്തോടു കൂടി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ കയറുന്നിടത്ത് നോക്കി ഇതിൻ്റെ മുകളിലായിട്ട് ചിത്രപ്പണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് പട്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ല ഇവിടുത്തെ പ്രധാന കോവിൽ, ശിവൻ കോവിൽ. ഇത് കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നിടത്തായിട്ട് 2 ദ്വാരപാലകരെയൊക്കെ കാണാം കേട്ടോ. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ധാരാളം ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശിവൻ കോവിൽ. അതിന് സമീപമായിട്ട് ഈ കാണുന്ന കോവിലിൻ്റെ അകത്ത് ശിവലിംഗം, അതായത് കല്ലിൽ തീർത്തേക്കുന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് ഗണേശ പ്രതിഷ്ഠ കാണാം നമുക്ക്. അപ്പോൾ പ്രധാന ശിവൻ കോവിലാണ് ഈ കാണുന്നത്. ഈ കോവിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരുപാട് ശില്പങ്ങളൊക്കെ നമുക്ക് ഈ തൂണുകളിലൊക്കെ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ മുന്നിലായിട്ട് ഒരു മണ്ഡപമുണ്ട്. അതിൽ ഒരുപാട് മണികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്തൂപമുണ്ട്. അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്, ഒരു കൽസ്തൂപമാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിനുള്ളിലാണ് ശിവൻ്റെ പ്രതിഷ്ഠയ്ക്ക് വരുന്നത് കേട്ടോ. ഇപ്പോൾ കോവിൽ നട തുറന്നിട്ടില്ല. ഇവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ പ്രധാന പൂജകളും അങ്ങനെ വഴിപാടുകളൊക്കെ നടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ വർക്കുകൾ കാണാനായിട്ട്. പെയിൻറ്റിങ്സ് ഒരുപാട് വർണ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് വരച്ചേക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു മരം കാണാം കേട്ടോ. ആ മരത്തിൻ്റെ ചുവട്ടിലായിട്ടൊരു പുറ്റാണെന്ന് തോന്നുന്നു. മരത്തിൽ ധാരാളം മാലകളൊക്കെ കണ്ടില്ലേ, മാലകളും കിഴികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഓരോ വഴിപാടൊക്കെ ആയിട്ട് ദീപം തെളിയിച്ച് വെച്ചിട്ടുണ്ട്. പട്ടുതുണികളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള കുപ്പിവളകൾ, മഞ്ഞൾ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് കാണാം. തൊട്ടിലുകൾ, സന്താന സൗഭാഗ്യം ഉണ്ടാകാനായിട്ടുള്ള തൊട്ടിലുകൾ വഴിപാടായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. പാമ്പെടുക്ക ഇതിൻ്റെ അകത്ത് പാമ്പുണ്ടെന്നാണേ പറഞ്ഞത്. ആ പുറ്റിൻ്റെ അകത്ത് എൻ്റെ മോനെ അതിൻ്റെ മുട്ടയൊക്കെ പൊട്ടിച്ച് മുട്ടയുടെ തോടൊക്കെ കാണാം. ഓക്കെ. ആ പാമ്പിനത് ഇവിടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ആ നിങ്ങൾക്ക് പാത്തിട്ടുണ്ടോ? നല്ല ഭംഗിയാണ്. ഒരുപാട് തൂണുകളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പൂജയുടെ കാര്യങ്ങൾ. അത് എനിക്ക് തോന്നണം ഈ സ്പോൺസർ ചെയ്തേക്കുന്നവരുടെ പൈസ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിരിക്കും എഴുതി വെച്ചേക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ, കാരണം ഇത് 300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതല്ലേ. ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ കാണുന്ന പെയിൻറ്റിങ്സുകളൊക്കെ പിൽക്കാലത്ത് ചെയ്തതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ഇതെന്താണ് ഇത് ഡൊണേഷൻ അല്ലേ? അത് തന്നെ. അത് തന്നെ. ഇപ്പം ഇവിടെ ഗ്രാമത്തിലുള്ളവർ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അണ്ണനാണ് നമ്മളെ ഈ കാഴ്ചകളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അണ്ണൻ്റെ പേര് ബോസ് എന്നാണ്. അണ്ണൻ ഡ്രൈവറാണ് കേട്ടോ. ഇവിടെ വാട്ടർ സപ്ലൈയുടെ വണ്ടി ഓടിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 2ാമത്തെ ടൈമാണ് ഈ വിളാച്ചേരിയിലേക്ക് വരുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളാച്ചേരി ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് പറയാനുള്ളത്, ഈ ഗ്രാമത്തിൽ കളിമണ്ണ് വെച്ചിട്ട് നിരവധി ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമൂഹമാണ് കേട്ടോ. അതായത് വേലാർ സമൂഹത്തിൽ പെടുന്ന നിരവധി പേര് ഒരു പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഈ വീടുകളോട് ചേർന്നാണ് അവർ ഈ ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഈ മണ്ണിൽ ചെയ്യണ പാക്കർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അല്ലേ, കളിമൺ ശില്പങ്ങൾ. നോക്കി, ഇത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതുമായിട്ടുള്ളൊരു ഇടമാണ്. ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പേപ്പറിൽ ഭദ്രമായിട്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നവരാത്രി ഗോലു എന്നല്ലേ, എന്താ പറയുക, ഗോലു അല്ലേ? ഗോലു അതായത് നവരാത്രി അതിന് വേണ്ടിയിട്ട് നമ്മൾ അലങ്കരിക്കാനായിട്ട് ഉള്ള വിഗ്രഹങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ സീസൺ അനുസരിച്ചാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പുൽക്കൂട്ടിൽ വയ്ക്കുന്ന രൂപങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഗണേശ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ വലിയ ഗണേശ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കും. അത് തന്നെ. അപ്പോൾ അങ്ങനെ ആ സീസൺ അനുസരിച്ചാണ് ഇവിടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്നത് കളിമണ്ണ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കുളങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കളിമണ്ണാണ് ഈ ഒരു പ്രദേശം തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് ഓൾറെഡി ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ട്, കണ്ടില്ലേ? ഈ മോൾഡ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ആ മോൾഡിൻ്റെ അകത്ത് വെച്ചിട്ട് കണ്ടിങ്ങനെ പ്രസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കളിമണ്ണാണ് ആദ്യകാലത്തൊക്കെ കളിമണ്ണിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ഇവിടെ കളിമണ്ണും അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതായത് പുറത്തേക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ശില്പങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പിന്നെ പേപ്പറിൽ ചെയ്യുന്നുണ്ട്, പേപ്പർ മെഷ് എടുത്ത് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്നാ വർക്ക് നടക്ക പോറേ? ഗണേശാവാ ഓക്കെ. അപ്പൊ അതായത് ഇനി വരാനിരിക്കുന്നത് ഗണേശ ഫെസ്റ്റിവലാണ്. അപ്പം അത് ആഘോഷിക്കാനുള്ള വലിയ ഗണപതിയുടെ ഒക്കെ
വിഗ്രഹങ്ങളാണ് ഇപ്പം ഇവർ നിർമ്മിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗോലു, അതായത് നവരാത്രി ഗോലു നിർമ്മാണം ആരംഭിക്കും. അങ്ങനെ സീസൺ അനുസരിച്ചിട്ടാണ് ഇവിടെ ഇവർ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെ ക്ലേയിൽ മോൾഡ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിൽ പെയിൻറ് ചെയ്യും കണ്ടോ. ഇതൊരു കുടുക്കയാണ്, നമ്മൾ പൈസയൊക്കെ ഇടുന്ന കുടുക്ക. എവിടെ നിന്ന് വിഷയം എടുക്കും? ആ ഒരു ബൊമ്മ സൈ ഇപ്പം എടുക്കുവാ, ഇങ്ങനെ എടുക്കുവാ ഉള്ളേന്ന്. അപ്പോൾ ഈ മോൾഡ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം, അതിൻ്റെ ഫ്രണ്ടും ബാക്കും. അപ്പോൾ അതായത് ഈ മോൾഡ് ഉണ്ടാക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ അതായത് ആർട്ടിസ്റ്റുകൾ, അതായത് ഈ ശില്പനിർമ്മാണമൊക്കെ അറിയാവുന്നവരാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഇതിന് മോൾഡ് എടുക്കുന്ന ജോലികളാണ് ഈ അക്കേനെ പോലെയൊക്കെ ഉള്ളവർ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകൾ, അതായത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. വീടുകളോട് ചേർന്നുള്ള ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ഒരുപാട് ഈ ഒരു ഗ്രാമത്തിലുണ്ട്. അത് പെട്ടെന്ന് തന്നെ എടുക്കൂല്ലേ ഉള്ളിൽ. ഓക്കെ ഓക്കെ, ഇത് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ആ ശില്പം പൂർത്തിയായിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി അടർത്തി മാറ്റി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ടുകൂടെ ഇത് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് തഞ്ചാവൂർ ഡാൻസിങ് ഡോൾസ് ആണ്. ഇതൊക്കെ ഈ പേപ്പർ മെഷ്, അതായത് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വളരെ കാലം ഈട് നിൽക്കും, അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഇതുമൊക്കെ ഇവിടെ ഒരു ടെമ്പിളിൻ്റെ മാതൃകയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇനി ഇത് കളറൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രതിമകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ആ പ്രതിമ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗണേശ വിഗ്രഹം, ഗണപതിയുടെ വിഗ്രഹമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബേസാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് പണിത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ക്ലേ കൊണ്ടുവന്നിട്ട് അത് കുഴച്ച് ഇട്ടേക്കുന്നത് കണ്ടോ. ഈ ക്ലേയുടെ കൂടെ ഇവർ ഫൈബർ ചേർക്കുന്നുണ്ട്. ഇത് കണ്ടോ, എന്തൊക്കെയോ നാരുകളാണ് ഈ കാണുന്നത്. ചകിരിനാരാന്ന് തോന്നുന്നു, അങ്ങനെയുള്ള നാര്. ഇത് ഓക്കെ ശരി. ആനപ്പിണ്ടമാണ്. ആനപ്പിണ്ടം ചേർക്കുന്നുണ്ട് അതൊന്ന് ബലം കിട്ടാനായിട്ടാണ്. ഇതെല്ലാം ബേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഗണപതിയുടെ ഏകദേശം ഇത്രയായൊരു രൂപമാണ് ഈ കാണുന്നത്. താഴെ ഒരു പീഠമുണ്ട്. മുകളിലേക്ക് വന്നാൽ ഇതിവിടെ കൈയൊക്കെ ഇനി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. തുമ്പിക്കൈ കണ്ടില്ല, തുമ്പിക്കൈയുടെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് ടെറാക്കോട്ടയാണ്, ഉള്ളു പൊള്ളയായിട്ടാണ് വരുന്നത്. അണ്ണത് എவ்வளோ നിമിഷമാണ് ഇത് കംപ്ലീറ്റ് ആവണതിന്? ஒரு விநாயகர் செய்ய 7 நாள் 8 നാൾ. അതിൻ്റെ അത് സൈസ് അനുസരിച്ച് സൈസை பொறுத்து. அதுனா ஒரு 3 நாள்ல முடிஞ்சிடும். 3 நாள் 4 നാൾ. ഇനി 3 നാൾ വേണം അതല്ലേ? ഇത് പെരുസാ? இது பெருசு. இது ஒரு 5-6 நாள் கூட வரும். இதை காட்டிலையும் ഇത് എത്ര അടി ഹൈറ്റ് വരും? இது ஒரு 7 അടിക്കുള്ള വരും. 7 അടിക്കുള്ള ഇത് 7 എത്ര നാളാകും ഇത്? അത് ഒരു 15 നാൾ 10 നാൾ 12 നാൾ കുറയാമ വരും എല്ലാം കൂടെ. അതായത് ഇത് പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാലയളവാണ് പറഞ്ഞത്. 15 നാൾ. ഇതെന്നെ വില വരും ഇത്? ഈ അടിക്ക് 3 രൂപ ചാർജ്. ഒരടിക്ക് 3 രൂപ, 3000 മാഡലിനെ പൊറുത്ത്. ഒവ്വൊരു മാഡലുക്ക് പൊറുത്തപടി മോഡൽ വെച്ചിട്ടാണ്. അതായത് ഒരടി ഒരു ചെയ്യുന്നതിന് 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇങ്ങ വരുവാ മേടിക്കാൻ? അതെ, നിങ്ങൾ വെളിനാട്ടിലേക്ക്? லோக்கல் மதுரை மாவட்டம், சிவகங்கை மாவட்டம். இந்த கிராமத்தில் வந்து மொத்தம் எவ்வளோ பேர் இருக்குது இந்த வேலை செய்யணும்? இங்கே ஒரு 3 பேர் பண்ணுறோம். 3 பேரா மொத்தம் உள்ள? 3 பேர். பொம்மை செய்யணும். பொம்மை வந்து நிறையா பண்ணுவாங்க, நிறைய பேர். அது 150 வீட்டுக்கு மேலே 150 வீட்டுக்கு மேலே பண்ணுறாங்க. தொழிலாளர் கணக்கு பண்ணால் நிறையா இருக்காங்க. இந்த இந்த கணேஷ வேலை நாங்கள் ஒரு 3 பேர் தான் பெரிய பிள்ளையார். மிச்சவங்க பிள்ளை வந்து இந்த சின்ன சைஸ், ஒரு அடி நவராத்திரி அந்த கொலு அந்த ஐட்டம் நிறையா இருக்காங்க. கை வேலை ஒர்க் பண்ணுறதும் நாங்கள் ஒரு 3 பேர் தான் பண்ணுறோம். இந்த கிளே எங்கேருந்து கிடைக்கும்? நம்ம ஊர் கம்மாயில், பிளாச்சேரி கம்மாயில். இந்த இந்த கிராமம் കുളത്തിൽ നിന്ന് കൊണ്ടുവരുവാ. അപ്പോൾ ഇത് ഫിനിഷായ ഒരു വർക്ക് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പം ഈ ഗണേശ ഫെസ്റ്റിവലൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. ആവുന്ന ടൈമൊക്കെ അതിനോട് അടുക്കുമ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുകൾ പല വലുപ്പത്തിലൊക്കെ ഉള്ളത് കാണാൻ സാധിക്കും. 10 നാൾ കഴിച്ച് വന്നാൽ ഒരു ചില പിള്ളേർ ഫിനിഷിങ് നിൽക്കും. അതെ അല്ലേ? 10 ദിവസം കഴിഞ്ഞ് വരുവായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. ഗണേശ വിഗ്രഹം കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ നമ്മൾ വന്ന ടൈം
കറക്റ്റല്ല. ഇതിവിടെ പുറത്ത് കാണാം, പുറത്ത് ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണങ്ങാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ കുറേ നേരമായി ഈ ഗ്രാമപാതയിലൂടെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ പുറത്ത് കിടക്കണം, വണ്ടി തിരിക്കണം, അതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഒട്ടും വീതിയില്ല കേട്ടോ റോഡിന്. കണ്ടില്ലേ, ഒരു സൈഡിൽ കനാലാണ്. ഓട്ടോറിക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ കഷ്ടി കിടന്നു പോവുള്ളൂ. അണ്ണം സൈഡ് തന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വലിയ വണ്ടിയൊന്നും ഇതിന് വരില്ലായിരിക്കും. അവിടെ കനാലായതുകൊണ്ട് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ഇത് നോക്കേ, ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോണ റോഡിൻ്റെയൊക്കെ നിലവാരം കണ്ടോ. ചെറിയൊരു വഴിയാണ്, അത് അടിപൊളിയായിട്ട് ടാർ ചെയ്ത് അതിൻ്റെ 2 സൈഡും കണ്ടോ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുടെ റോഡുകളുടെയൊക്കെ നിലവാരം എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വിളാച്ചേരി ഗ്രാമത്തിൻ്റെ ഒരു ഓക്സിജൻ പാർലർ എന്ന് പറയാം ഈ ഒരു പ്രദേശമൊക്കെ. അപ്പോൾ ഈ വെളിയിലേക്ക് വരണം, നല്ല വായുവൊക്കെ ശ്വസിക്കണമെന്നുണ്ടല്ല. അതിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ ഈ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ സ്മെല്ലാണ് ഈ കാറ്റ് വരുമ്പോഴത്തേനും പടരുന്നത് കേട്ടോ. ഇവിടെ നല്ല ശുദ്ധവായു നമുക്ക് ലഭിക്കും. അതുപോലെ രാവിലെ പറഞ്ഞ പോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ, പാടശേഖരങ്ങളുടെ കാഴ്ചകളും, അതുപോലെ തന്നെ ഈ പാടശേഖരങ്ങളോട് ചേർന്നിട്ടില്ല തെങ്ങുകളുടെ നീണ്ട നിര. അപ്പം ഇതാണ് കനാൽ. അപ്പോൾ ഈ കനാൽ വഴിയാണ് വെള്ളം വരുന്നത് കേട്ടോ. അണ്ണൻ രാവിലെ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ വൈഗ അണക്കെട്ടിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നതെന്ന്. പിന്നെ വെള്ളം വരാനായിട്ട് ഇനിയും കുറേ നാളുകൾ പിടിക്കും. ഈ കനാലിൽ നിന്ന് ഡയറക്റ്റ് ഈ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തുറന്ന് വിടാനായിട്ടുള്ള ഒരു ഷട്ടർ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വെള്ളം തുറന്ന് വിട്ടത് അവിടെ ഒരു കുളം കുത്തിയിട്ടുണ്ട്. ആ കുളത്തിലേക്കായിരിക്കും വിടുന്നത്. കുളത്തിലേക്ക് മാത്രമല്ല, ഇതിലേക്ക് ചെറിയ ചാലുകളൊക്കെ വെട്ടിയിട്ടുണ്ട് അങ്ങനെ ഡയറക്റ്റ് കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട്. ഇവിടെ ഒരു ടാങ്കൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇതുണ്ട്, ഈ നെല്ലൊക്കെ ഇതൊക്കെ കൊയ്യാറായിട്ടുണ്ട്. അങ്ങനെ പഴുത്ത് സ്വർണ്ണവർണ്ണമായിട്ട് നിൽക്കുന്ന കാണാം. ചില സ്ഥലത്തൊക്കെ കൊയ്ത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഈ വണ്ടി തിരിക്കാനായിട്ട് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ടാണ് ചെറിയൊരു സ്പേസ് കിട്ടിയത്. എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുവാണ്. കുഴപ്പമില്ല, വലിയ സ്പേസ് ഒന്നുമില്ല. വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കിടന്നു പോകാൻ പാടാണ്. അപ്പോൾ ഞാൻ നോക്കിയാണ് നിൽക്കുന്നത് ഏതെങ്കിലും വണ്ടികളൊക്കെ വരുന്നുണ്ടോയെന്ന്. ഇതിൽ 2 വീലറിലൊക്കെയാണ് കൂടുതലും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈ പാടശേഖരങ്ങളിൽ നിന്നൊക്കെ കൊയ്ത ശേഷമുള്ള വൈക്കോലുകളൊക്കെ ഇങ്ങനെ കൂന കൂട്ടിയിട്ടേക്കുന്നത് കാണാം. അതുപോലെ വലിയൊരു മാവ് ഇവിടെ നിൽക്കുന്നത്. ആ മാവിൽ ഒരു തരത്തിലുള്ള വള്ളിച്ചെടികൾ കയറിപ്പോയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഇത് കണ്ടിട്ട് എനിക്ക് കുന്നിക്കുരുവാന്ന് തോന്നുന്നു. അതിൽ കുന്നിക്കുരു കായ്ച്ച് കിടക്കണതാണ് കേട്ടോ, റെഡ് കളറിലായിട്ട്. കുന്നിക്കുരു ആയിരിക്കാം. കുന്നിക്കുരുവിൻ്റെ ചെടി ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇതൊരു കായ്ക്കുള്ളിലാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ കായ്ക്കുള്ളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഇവിടെ അത് നിൽക്കുന്നുണ്ടേ, കുന്നിക്കുരു. ഇത് കണ്ടില്ലേ, ആ കായ് പൊട്ടി അതിൻ്റെ അകത്താണ് കുരു ഇരിക്കുന്നത്. ഇതിൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ. എല്ലാം ഇത് ഉണങ്ങിക്കഴിഞ്ഞാലേ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ താഴെ വീണ് പോകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഈ വിളാച്ചേരി ഗ്രാമത്തിലേക്ക് വന്നപ്പം നമ്മളന്ന് പ്രധാനമായിട്ടും വന്നത് ക്രിസ്മസ് ക്രിബുകൾ, അതായത് ക്രിബ് സെറ്റ് ഉണ്ടാക്കുന്നത് കാണാനായിട്ടായിരുന്നു. അപ്പോൾ ഈ ഫെസ്റ്റിവലിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ് ജോലികളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇപ്പം നിലവിലിപ്പം ഈ ഗണേശ വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അണ്ണൻ പറഞ്ഞില്ല, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻറ്റ് ചെയ്യണ ജോലിയും അതിൻ്റെ ഒരു പൂർത്തിയായ ഒരു രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ വിളാച്ചേരിയിൽ ഈ വേലാർ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഈ ജോലി പാരമ്പര്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇവിടെ മൺപാത്രങ്ങളൊക്കെ ആയിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ബൊമ്മകളുടെയൊക്കെ നിർമ്മാണം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇവർക്ക് GI ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GI ടാഗ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള കരകൗശല വസ്തുക്കളും ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് ആ തൊഴിലിൻ്റെ ഒരു പ്രാധാന്യവും പിന്നെ ആ ഒരു തൊഴിൽ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതകളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ ബഹുമതി അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ GI ടാഗ് എന്താണെന്നൊക്കെ നമ്മുടെ കഴിഞ്ഞ തെങ്കാശി യാത്രയിൽ പത്തമടപ്പായ ചെയ്യുന്ന ആ ഒരു ഗ്രാമത്തിൽ പോയില്ല. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിളാച്ചേരി ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് പോകാം കേട്ടോ. ഇനി ബൈപ്പാസ് പിടിച്ച് നേരെ തേനി ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. പോകുന്ന വഴിക്കുള്ള ഗ്രാമ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.